മാന്യപ്രേക്ഷകരെ നമസ്കാരം. ചൊറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. എന്തൊക്കെയായിരുന്നു തോക്കും വേടി കടക്കോപ്പ്, എന്തൊക്കെയായിരുന്നു നരേന്ദ്രമോദിജി നാട് വിടണം, ഇന്ത്യ മുന്നണി ചണ്ടി മുന്നണി ആവുന്നു, എന്തൊക്കെയായിരുന്നു. ഏതായാലും ഗംഭീരമായി തന്നെ 290, 235, 18 എന്നുള്ള രീതിയിൽ അന്തിമ ഫലത്തിലേക്ക് ഇതുവരെ പ്രഖ്യാപനത്തിലേക്ക് എത്താതെ നമ്മുടെ ലോക്സഭ ഫലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചാണകത്തിൽ ചവിട്ടിയാൽ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടന്നിരുന്ന ചാണകത്തിൽ മുങ്ങി തൃശ്ശൂർ എന്ന മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത, അതും വ്യക്തമായിട്ടുള്ള 75,000 മുകളിൽ വരുന്ന രീതിയിലുള്ള ആ ഒരു ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ 3,00,000 എന്നൊക്കെ പറഞ്ഞാൽ, മാത്രമല്ല തിരുവനന്തപുരം അടക്കമുള്ള, ആറ്റിങ്ങൽ അടക്കമുള്ള ഒരുപാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച് BJP അവരുടെ വോട്ടിംഗ് ശതമാനം 20% മുകളിലേക്ക് എന്നതാണ് ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട്. വന്നിട്ടില്ല. എന്തായാലും ആ 15-നുള്ളിൽ ഉണ്ടായിരുന്ന ആ വോട്ടിംഗ് ശതമാനം 20 മുകളിലേക്ക് കയറി പോകാം. മാത്രമല്ല നമ്മൾ ശ്വാസം അടക്കി പിടിച്ച് തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും ഈ തൃശ്ശൂരിന്റെ പിന്നെ ശ്വാസം അടക്കി പിടിക്കൽ ഏകദേശം 10 മണിയോടുകൂടി തീർന്നിരുന്നു. കാരണം അത് വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്കും സുരേഷ് ഗോപി സാർ അടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയൊരു അഭിമാനമായി തന്നെ ചാണകം ചവിട്ടി എന്ന് തന്നെ തൃശ്ശൂർകാർക്ക് ഇനി അഭിമാനത്തോടു കൂടി തന്നെ പറയാം. കാരണം ചാണകം ചവിട്ടാതെ കേരളത്തിന്റെ 75 വർഷങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ടും അന്നം ഭക്ഷിക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റും എന്തായിരുന്നു കേരളം എന്നുള്ളതും. മാത്രമല്ല 6.5 പതിറ്റാണ്ട് 67 വർഷത്തോളം കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടി രാജ്യം അടക്കി ഭരിച്ചതിന് ശേഷം 2014 നരേന്ദ്രമോദിജി ഭരണത്തിൽ വന്നതിന് ശേഷമുള്ള 10 വർഷങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്നിടത്തും കൃത്യമായിട്ടുമുള്ള ഉത്തരമുണ്ട്. ഇതിനെല്ലാം നമ്മൾ നന്ദി പറയേണ്ടത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത് പിണറായി വിജയനോടാണ് എന്ന് പറഞ്ഞ് തെറ്റ് പറയാനാവില്ല. എന്താണ് ടീച്ചറെ, എന്താണ് ചാണകത്തിൽ ചവിട്ടിയ സനത്തിലാണോ, എന്താണ്, എങ്ങനെയാണ് ആ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നത്? സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. പ്രിയ പ്രേക്ഷകർക്ക് ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബൈജു പറഞ്ഞു വെച്ചിടത്തു നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബൂത്തില് BJP വോട്ട് ഇരട്ടിയായതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അതായത് നമ്മൾ കേൾക്കാറുണ്ട് രാജഭരണം എന്ന് പറഞ്ഞാല് രാജാവ് കൊള്ളയടിക്കേണ്ട രാജാവിന്, കാരണം ഈ രാജ്യവും അതിനകത്തുള്ള പ്രജകളും എല്ലാം എന്റേതാ, അതുകൊണ്ട് കൊള്ളയടിക്കണ്ട, അയാൾ കൃത്യമായി ഭരിക്കും. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. പുറമേക്ക് രാജാവാണ്, സ്വേച്ഛാധിപതിയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാലും അധികാരം എന്റെ കയ്യിലാണ്, ഞാൻ കൈയിട്ട് വാരും. അടുത്ത തവണ എന്താണെങ്കിലും ഞാൻ പുറത്തിറങ്ങും. ഈ കസേര സ്ഥിരമല്ല എന്ന് വ്യക്തമായി അറിയുന്നത് കൊണ്ട് കട്ടുമുടിക്കാവുന്നതിന്റെ പരമാവധി മുടിച്ചു. രണ്ടാമത്, ജനങ്ങളുടെ മേൽ പ്രഹരമേൽപ്പിക്കാൻ, ജനങ്ങൾക്ക് എത്ര കണ്ട് ഭാരം, അവർക്ക് എടുക്കാൻ വയ്യാത്ത ഭാരം അവരുടെ ചുമലുകളിൽ വെച്ചു കൊടുക്കാനും ഒരു മുഖ്യമന്ത്രി തയ്യാറായപ്പോൾ ജനങ്ങൾക്ക് വെളിവ് വെച്ചു. 2019 BJPക്ക് കിട്ടിയ 53 വോട്ട് ഇത്തവണ 115 വോട്ടായി ഉയർന്നു. ബൂത്തിലെ LDFന്റെ ലീഡ് കുറഞ്ഞത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ്? അഹങ്കാരം തലക്ക് പിടിച്ചു, അമിതമായ ആത്മവിശ്വാസമായി പോയി. 2019 LDFന് 517 വോട്ടാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് 407 വോട്ടുകളായി കുറഞ്ഞു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കണ്ണൂർ മണ്ഡലത്തിൽ വോട്ട് എണ്ണിയ സമയത്ത് ഇടത് കോട്ടകളിൽ വിള്ളലുണ്ടായിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തളിപ്പറമ്പ് മണ്ഡലത്തിലും KK ശൈലജയുടെ മട്ടന്നൂർ മണ്ഡലത്തിലും സുധാകരൻ ഭൂരിപക്ഷം നേടിയത് നമ്മൾ കണ്ടു. ധർമ്മടത്ത് മാത്രം ആദ്യ 2 റൗണ്ട് എണ്ണിയപ്പോൾ 2205 വോട്ട് ഭൂരിപക്ഷം എന്നാണ് നമ്മൾ TVയിൽ കാണുന്നത്. ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ലീഡ് K സുധാകരനാണ്. ആദ്യ 3 റൗണ്ടിൽ സുധാകരന്റെ ലീഡ് 26,729 ഉയർത്തി. 2019 ആദ്യ 3 റൗണ്ടിൽ സുധാകരന്റെ ലീഡ് 24,480 വോട്ടായിരുന്നു. ഇതിലേക്ക് 2000-ലേറെ വോട്ടിന്റെ വർധനവാണ് ഇവിടെ ഉണ്ടായത്. ഇത് എന്തുകൊണ്ടുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ വിജയം ഉറപ്പിച്ചിരുന്നെന്നാണ് K സുധാകരൻ പ്രതികരിച്ചത്. സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരായ ഭരണവിരുദ്ധ വികാരമടക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. തങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും
ജനങ്ങൾ മുഖവിലക്കെടുത്തതിന്റെ തെളിവാണ് വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂരിലെ 3ാം സ്ഥാനത്തെത്തിയത് പരിശോധിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം തൃശ്ശൂരിൽ നടന്നത് ഒത്തുകളിയാണെന്ന് കുറ്റപ്പെടുത്തി. കാരണം ഇത്തവണ ഇപ്പൊ വോട്ടിംഗ് മെഷീനെ പറയാൻ പറ്റിയില്ല. അതല്ലെങ്കിൽ ഇപ്പൊ BJP ആയിരുന്നു ലീഡെങ്കിൽ ഉറപ്പായിട്ടും വോട്ടിംഗ് മെഷീന് സമാധാനം ഉണ്ടാകുമായിരുന്നില്ല. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ പിണറായി വിജയനെയും മകളെയും സംരക്ഷിക്കാമെന്ന ഒത്തുകളി ഉണ്ടായിരുന്നെന്നാണ്, അതുകൊണ്ടാണ് ഈ വിജയം പ്രതിഫലിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം അപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഇവർക്ക് പറ്റുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു സ്വേച്ഛാധിപത്യം ഇവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ മാത്രമേ പാടുള്ളൂ, നമ്മൾ ചവിട്ടുന്ന ഇടമെല്ലാം നമുക്ക് സ്വന്തമെന്ന് പറഞ്ഞതുപോലെ ഒരു തരം ധാർഷ്ട്യം. പിന്നെ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം പ്രതീക്ഷിച്ചതിനും അപ്പുറമാണെന്ന് സുധാകരൻ പറഞ്ഞു വെച്ചു. മുന്നേറ്റത്തില് പങ്ക് കണ്ണൂരിലെ നേതാക്കന്മാർക്കുമുണ്ട്. ഭൂരിപക്ഷം കുറയുമോ എന്ന് മുഴുവൻ എണ്ണാതെ പറയാനാകില്ലെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു. പിന്നെ കേരളത്തിലെ സീറ്റ് കുറഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്നും ഒക്കെ പറഞ്ഞു. ജനങ്ങൾക്ക് മനസ്സിലായി. എല്ലാ കാലവും നമ്മൾ പൊതുവെ ഉള്ളൊരു ചൊല്ലുണ്ടല്ലോ, എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. കുറച്ചു കാലം കുറച്ചു പേരെ മാത്രമേ പറ്റിക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്കറിയാം. പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് സംശയമായിരുന്നു. കാരണം VD സതീശൻ എന്ന വാപോയ കോടാലി എവിടെ എന്ത് എപ്പോൾ പറയണമെന്നറിയാതെ ചില നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ട് തുള്ളിച്ചാടുന്ന മാധ്യമങ്ങൾക്ക് അനുകൂലമായി നിന്നത് നമുക്കറിയാം. ഇവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, മോദി വിരുദ്ധത. ഈ മോദി വിരുദ്ധത തലയ്ക്ക് പിടിച്ചപ്പോ ഇവർക്ക് സ്വയബുദ്ധി നഷ്ടപ്പെട്ടു. അങ്ങനെ അവർക്ക് സ്വന്തം അസ്തിത്വം നഷ്ടപ്പെട്ടു, നിലപാടുകൾ ഇല്ലാതെയായി. അവർക്ക് എന്ത് പ്രസ്താവനകൾ എവിടെ ഇറക്കണം എന്നിവർക്ക് അറിയാതെയായി. ഈ നാടിന്റെ പോക്കിനെ സംബന്ധിച്ച് ഇവർക്ക് വിവരമില്ലാതെയായി. ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. ഏതാണ്ട് ഒരു 10-70-80 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതുപോലെ അല്ലല്ലോ. ഇതിപ്പോ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് പബ്ലിക്കിന് പ്രതികരിക്കാനുള്ള സന്ദർഭങ്ങളില് അവരുടെ മുമ്പിലുള്ള മാധ്യമങ്ങളിലൂടെ അവര് പ്രതികരിക്കും. അങ്ങനെ ജനങ്ങൾക്ക് വെളിവ് വെക്കും എന്നിവർക്ക് മനസ്സിലായില്ല. നമുക്കറിയാം, ABP ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തില് ഗാന്ധി സിനിമയ്ക്കു മുമ്പ് മഹാത്മാഗാന്ധിയെ ലോകത്തിൽ ആർക്കും അറിയില്ലായിരുന്നു എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ അടുത്തിടെ ഉണ്ടായ വലിയ വിവാദങ്ങള്, വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഹിന്ദി അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയണം. അതല്ലെങ്കിൽ അത് അറിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കണം. അറിയുന്ന ആരുടെങ്കിലും ചോദിച്ചാൽ അവര് പറഞ്ഞു തരുമല്ലോ. ഇപ്പൊ എനിക്ക് ഹിന്ദി അറിയില്ല, എനിക്ക് ഹിന്ദി അറിയാമെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു പ്രസംഗത്തിന്റെ കട്ടിങ് എടുത്ത് വെച്ചിട്ട് എന്റെ ഉദ്ദേശങ്ങള്, എന്റെ ലക്ഷ്യങ്ങള്, എന്റെ നിലപാടുകളായിട്ട് അതിനെ മാറ്റിമറിച്ചാൽ ഇന്ന് ജനങ്ങൾക്ക് വെളിവുണ്ട്. അവര് തീർച്ചയായിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്തും. എന്താണ് പറഞ്ഞത് എന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലായി തരികയും ചെയ്യും. ഉത്തരവാദിത്വമുള്ള നേതാക്കളും മാധ്യമങ്ങളും പ്രവർത്തിക്കേണ്ടുന്ന രൂപത്തിലായിരുന്നില്ല ആ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും നേതാക്കളും പ്രതികരിച്ചത്. ഇതുപോലെ തന്നെയായിരുന്നു BBC ഇറക്കിയ ഒരു ഡോക്യുമെന്ററിയുടെ വിഷയത്തില്. പിന്നെ ഗുജറാത്ത് കലാപത്തില് നരേന്ദ്രമോദി, സുപ്രീം കോടതി പോലും വെറുതെ വിട്ട കേസില് പരമോന്നത നീതിപീഠത്തെ പോലും വിശ്വസിക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ആ ഡോക്യുമെന്ററിയെ നെഞ്ചിലേറ്റിയതും പലയിടത്ത് പ്രദർശിപ്പിച്ചതും ഒക്കെ നമുക്കറിയാം. രാജ്യത്തിന് എന്താണോ താല്പര്യം, ആ രാജ്യത്തിന്റെ പാരമ്പര്യവും മഹത്വവും എപ്പോൾ എവിടെ കളങ്കം വരുത്താൻ നമുക്ക് സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കലായിരുന്നു ഇവരുടെ ജോലി. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി കുപ്രചരണങ്ങൾ ഉണ്ടാക്കാൻ ഇത്രയും കാലം ഭരണത്തിലിരുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം. ഭരണത്തിലിരുന്നെന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലാണ്. അപ്പൊ ഇങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പ്രധാനമന്ത്രി എന്ത് പറയുന്നു ഈ വിഷയത്തിൽ, അദ്ദേഹത്തിന് നിങ്ങളുടെ ഇത്തരം കുപ്രചരണങ്ങളുടെ ഒന്നും ചെവി കൊടുക്കാൻ നേരമില്ല. അദ്ദേഹത്തിന് ആകെ നമ്മളെ പോലെ 24 മണിക്കൂറേ ഉള്ളെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. എന്നെ കുറിച്ച് പിണറായി വിജയൻ എന്ത് പറയുന്നു, അതല്ലെങ്കിൽ VD സതീശൻ എന്ത് പറയുന്നു, എന്നെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ടോ, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പോടാന്ന് പറയും. കാരണം ഒട്ടക സംഘം മുന്നോട്ട്, പട്ടികൾ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കും. ആ ഒരു സമീപനമാണ് വിമർശനങ്ങളോട് എന്നും നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ സുരേഷ് ഗോപിയിൽ പ്രതിഫലിച്ചത്. ഇപ്പോ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോയ പഴയ ഭരണകക്ഷി അവരെന്തായിരുന്നു ചെയ്തത്? വിഭജന രാഷ്ട്രീയം, കുടുംബ രാഷ്ട്രീയം, പിന്നെ അതിനകത്തൊരു ലവലേശം ജാതി പിടിച്ചിട്ടു. പിന്നെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ലക്ഷ്യമാണല്ലോ. ഇത്തരം
സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടുകൾ, ഇത്തരം രാഷ്ട്രീയമായ ചിന്താഗതി ഈ രാജ്യത്ത് നടപ്പാക്കി. എന്നിട്ട് നമുക്കറിയാം, ജനങ്ങൾക്ക് വെളിവ് വെച്ചപ്പോൾ അവർ ഈ കാലഹരണപ്പെട്ട നിയമങ്ങളെ എന്തുകൊണ്ടാണ് റദ്ദാക്കാത്തത് എന്ന് അവര് തന്നെ മുന്നോട്ട് വന്നു. ആ സമയത്താണ് നരേന്ദ്രമോദി ഗാന്ധിജിയുടെ കാര്യം ഉദാഹരണമായിട്ട് അവിടെ പറയുന്നത്. ലോകത്തിലെ ഏത് നേതാവിനേക്കാളും തലപ്പൊക്കമുള്ള ഗാന്ധിജിയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ 75 വർഷം എന്ത് ചെയ്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. വിദേശികൾ നിർമ്മിച്ച ഗാന്ധി എന്ന ചലച്ചിത്രത്തിന് ശേഷമാണ് ലോകത്ത് ഗാന്ധിജിയോടുള്ള താല്പര്യം കൂടിയത്. അതായത് അദ്ദേഹം ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നത് ക്യൂരിയോസിറ്റി എന്ന വാക്ക്, അതായത് ആകാംക്ഷ. നമുക്ക് ഏതൊരു വിഷയത്തോടും ഉണ്ടല്ലോ അതോ എന്തായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി, ആ പദമാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചത്. നമ്മൾ ഒന്നും ചെയ്തില്ല, ലോകം മുഴുവനും യാത്ര ചെയ്തതിന്റെ അനുഭവം കൊണ്ട് പറയുകയാണ് നാം ഗാന്ധിജിയെ